Hello guys, hope everyone is doing good. Here is Turkey travel series day 2. Second day നമ്മൾ കുറച്ച് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ് വിസിറ്റ് ചെയ്തത്. ഹാഗിയ സോഫിയ, ടോപ്കാപ്പി പാലസ്, ബ്ലൂ മോസ്ക്, ബസിലിക്ക സിസ്റ്റേൺ, അങ്ങനെ. വെതർ ഭയങ്കര മോശമായിരുന്നു. മഴയും തണുപ്പും നമ്മുടെ കൈയൊക്കെ ഫ്രീസ് ആവുമായിരുന്നു. നമ്മുടെ പ്ലാൻസ് ഒക്കെ നടക്കുമെന്ന് തന്നെ ഡൗട്ടായിരുന്നു. ഹാഗിയ സോഫിയയും ബ്ലൂ മോസ്കും ഓപ്പോസിറ്റാണേ. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഫസ്റ്റ് എവിടെ പോകണമെന്ന്. ദെൻ വി ഡിസൈഡഡ് ടു ഗോ ഫോർ ഹാഗിയ സോഫിയ. ഹാഗിയ സോഫിയയിൽ എൻട്രി ടിക്കറ്റ് ഉണ്ടായിരുന്നു. 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒന്നെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. നമ്മൾ ആ ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. ഇനി ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗെറ്റ് യുവർ ഗൈഡൊക്കെ യൂസ് ചെയ്യാം. ഇസ്താംബുളിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഹാഗിയ സോഫിയ. ഇത് ഒറിജിനലി ചേർച്ചായിരുന്നു. പിന്നെ ഗ്രാജുവലി ഓട്ടോമൻ സുൽത്താൻ ഇതിനെ മോസ്ക് ആക്കി. ദെൻ ഇൻ 1935 ആണെന്ന് തോന്നുന്നു ഗവൺമെൻറ് ഇതിനെ മ്യൂസിയം ആക്കി. പക്ഷെ കറൻ്റ്ലി ഇത് മോസ്കാണ് ആൻഡ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഫോർ ദ വിസിറ്റേഴ്സ്. നമ്മൾ ഹാഗിയ സോഫിയയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഓറ ഉണ്ടല്ലോ, ഇറ്റ് ഫെൽറ്റ് സോ ഗുഡ്. ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നി. അത്യാവശ്യം വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉള്ളിൽ കയറുന്ന എല്ലാ ലേഡീസിനോടും ഹെഡ് കവർ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. കറൻ്റ്ലി അത് മോസ്കാണല്ലോ, അതുകൊണ്ടാവും. നമ്മൾ 4 പേരും അവിടെ ഫുൾ ചുറ്റി നടന്ന് കണ്ടു. കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പല സൈഡിൽ നിന്നും വേറെ തന്നെ ഭംഗിയായിരുന്നു. എത്ര വീഡിയോസ് എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഭംഗിയൊന്നും അല്ല കേട്ടോ, ശരിക്കും നമ്മളിതൊക്കെ നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്കവിടെ ചില ഏൻഷ്യൻ മൊസൈക്ക് പെയിൻറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പിന്നെ ഓട്ടോമൻസ് ഒക്കെ വന്നപ്പോഴാണ് അവിടെ ഇസ്ലാമിക് ആൻഡ് അറബിക് കാലിഗ്രഫിയൊക്കെ ഇൻക്ലൂഡ് ആക്കിയത്. ഇതുപോലെ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഇത്രയും പീസ്ഫുള്ളായ ഒരു പ്ലേസിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രത്യേക ഒരു ഫീലാട്ടോ. 2 cultures in 1 roof. That's the real beauty of Hagia Sophia. ആഫ്റ്റർ വിറ്റ്നസിങ് ദ മാജിക്കൽ ഹാഗിയ സോഫിയ, ഓണസ്റ്റ്ലി ഒരു ഡിവൈൻ ഫീല് തോന്നിയിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയി, ടോപ്കാപ്പി പാലസ്. ഇത് ഓട്ടോമൻ റോയൽ പാലസ് ആണ്. വളരെ വലിയ കോംപ്ലക്സ് ആണ്, വിത്ത് ഗാർഡൻസ്, മ്യൂസിയം ആൻഡ് ഓൾ ദി റോയൽ സ്റ്റഫ് ഇൻക്ലൂഡഡ്. ബട്ട് നമ്മൾ ഉള്ളിലേക്ക് പോയില്ല കേട്ടോ. എൻട്രി ഫീസ് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ആൻഡ് ഓണസ്റ്റ്ലി ആർക്കും മ്യൂസിയം കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. സോ ജസ്റ്റ് ഫ്രം ഔട്ട്സൈഡ് നമ്മൾ കുറച്ച് പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് മൂവ് ചെയ്തു. നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് ബ്ലൂ മോസ്ക് ആയിരുന്നു. ബ്ലൂ മോസ്കിലേക്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവിടെ ചെറിയ സ്റ്റോൾസൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫുഡ് സ്റ്റോൾസ്, വിൻ്റർ ക്ലോത്ത്സ്, സോവനിയർ സെല്ലിംഗ് സ്റ്റോൾസ്, അങ്ങനെ പലതും. നമ്മൾ അവിടെ നിന്നൊരു മീറ്റ് റാപ്പൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ടേസ്റ്റഡ് സോ ഗുഡ്. പിന്നെ കുറച്ച് എനർജിയൊക്കെ സേവ് ചെയ്ത് നമ്മൾ ബ്ലൂ മോസ്കിലേക്ക് നടന്നു. ബ്ലൂ മോസ്ക് ബിൽഡ് ചെയ്തത് സുൽത്താൻ അഹമ്മദ് ആണ് കേട്ടോ. സോ ഇതിൻ്റെ റിയൽ നെയിം സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നാണ്. ഉള്ളിലൊക്കെ ബ്ലൂ ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ മോസ്ക് എന്ന് വിളിക്കുന്നത്. സ്റ്റിൽ ഇതൊരു ആക്റ്റീവ് മോസ്ക് ആണ്. ബട്ട് ടൂറിസ്റ്റ് ആർ വെൽക്കം. ആർക്കിടെക്ചർ, മിനാർസ്, ഡോം, ലൈറ്റ്സ്, ജസ്റ്റ് മൈൻഡ് ബ്ലോയിങ്. And our last spot was Basilica System. It's an underground water storage system. ഇത് റോമൻ പീരിയഡിൽ ബിൽഡ് ചെയ്തതാണ്. ഫുൾ ആൻറ്റിക് ലുക്ക് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി കോൾഡ് ഇൻസൈഡ്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ദാറ്റ്സ് ദി എൻഡ് ഓഫ് ഡേ 2. ആഫ്റ്റർ ഓൾ ദിസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ദെൻ വി വെൻ ടു അവർ ഹോട്ടൽ. ആൻഡ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് മഴയൊക്കെ കുറഞ്ഞപ്പോൾ നിയർ ബൈ ആ സ്റ്റേ നടക്കാൻ ഇറങ്ങി. ഒരു ഒതൻറ്റിക് തുർക്കിഷ് ഷവർമയൊക്കെ കഴിച്ചു. റോഡിലൂടെ ഇങ്ങനെ പാട്ടൊക്കെ പാടി നടന്നു. അത്ര തന്നെ. സോ സീ യു.